EDA ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 7 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. കേസിൽ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. എന്നാൽ വധശ്രമം പ്രഥമദൃഷ്ട്യാ തന്നെ നിലനിൽക്കുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. പ്രതികൾ 67 ദിവസമായി ജയിലിലാണെന്നും കോടതി പറഞ്ഞു. നിയമകാര്യ ലേഖൻ അഡ്വക്കേറ്റ് CN പ്രകാശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. CN പ്രകാശ്, ഏറെ നിയമ നടപടികൾക്കൊടുവിലാണ് ഇവർക്ക് ജാമ്യം കിട്ടുന്നത്. എന്തായിരുന്നു കോടതിയുടെ നിരീക്ഷണം? സജിത്ത്, അതിൽ തിരുത്തുണ്ട്. 9 പ്രതികൾക്കാണ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടുള്ളത്. സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണ കേസിലാണ് പ്രതികളായ CPM പ്രവർത്തകരായ 9 പേരുടെ ജാമ്യാപേക്ഷയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇന്ന് വാദം കേട്ട് ഇവർക്ക് 9 പേർക്കും ജാമ്യം അനുവദിച്ചത്. നേരത്തെ ജാമ്യ ഹർജികളെ എതിർത്തുകൊണ്ട് രേഖാമൂലമുള്ള എതിർ സത്യവാങ്മൂലം ED കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഗൂഢാലോചന നടത്തിയ മുതിർന്ന നേതാക്കളെ കണ്ടെത്തിയിട്ടില്ലെന്നും ഗുരുതരമായ സ്വഭാവമുള്ള കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തതെന്നുമായിരുന്നു EDയുടെ പ്രധാനപ്പെട്ട വാദം. അക്രമം ഗൗരവ സ്വഭാവമുള്ളതാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. എന്നാൽ പ്രതികൾ 67 ദിവസമായി ജയിലിലാണെന്നും ഹൈക്കോടതിയുടെ പരാമർശമുണ്ടായി. അന്വേഷണം ഏകദേശം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇപ്പോൾ 9 പ്രതികൾക്ക് ജാമ്യം നൽകിയിട്ടുള്ളത്. പ്രതികൾ കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ മുമ്പാകെ ഹാജരാകണം. വധശ്രമം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഉദ്യോഗസ്ഥരുടെ പരിക്ക് ഗുരുതരമല്ലെന്നും നിരീക്ഷണമുണ്ട്. അതാണ് സാഹചര്യം. എന്തായാലും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകർക്ക് ജാമ്യം കിട്ടുന്നത്. 9 പ്രതികൾക്കാണ് ജാമ്യം ലഭിക്കുന്നത്. ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. പ്രഥമദൃഷ്ട്യാ ഇവർ കുറ്റം ചെയ്തിട്ടുണ്ട്. എന്നാൽ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്ന നിരീക്ഷണം കൂടി കോടതി നടത്തിയിട്ടുണ്ട്. മുമ്പ് കീഴ്ക്കോടതികളിൽ പലവട്ടം ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ജാമ്യം ലഭിച്ചിരുന്നില്ല. ഒടുവിൽ 67 ദിവസത്തിന് ശേഷമാണിപ്പോൾ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതെന്നാണ് സാഹചര്യം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡ് നടത്തുമ്പോൾ അവിടെ എത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞെന്നും ആക്രമിച്ചെന്നും വാഹനം തകർത്തെന്നും അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് കേസെടുക്കുകയും നിയമ നടപടികളിലേക്കും പോകുന്നത്. EDയും ഈ വിഷയത്തിൽ കടുത്ത നിലപാടിലാണ്. ED കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പ്രതികളുടെ വാദത്തിനെതിരെ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.